കാലത്ത് എഴുതിയിട്ടുള്ള സ്പാർട്ടക്കസ് എന്ന നോവൽ പിന്നീട് ബാദൽ സർക്കാരത്തെ സ്പാർട്ടക്കസ് എന്ന നാടകം PM ആൻ്റണി കേരളത്തിൽ ഉടനീളം അവതരിപ്പിച്ചിട്ടുള്ള സ്പാർട്ടക്കസ് എന്ന നാടകത്തിൽ കൂടാതെ കോഴിക്കോട് മധുമാഷ് മുവേരി രാമേന്ദ്രൻ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ള നാടകകൃതിയും എല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു രംഗാവതരണമാണ് ഇത് പറയുന്നത്. നാടകം കാണാൻ പോകുന്നുണ്ടെങ്കിൽ അവതരണ രീതികളെക്കുറിച്ച് പറയേണ്ടതില്ല. അതുപോലെ ഒരു പരിസരവുമായിട്ട് നമ്മൾ ജീവിക്കുന്ന പരിസരത്തോട് മനുഷ്യൻ സ്വാഭാവികമായി നടത്തുന്ന പ്രതിപ്രവർത്തനത്തെയാണ് ഇന്ന് നാടകം അവതരിപ്പിക്കുന്ന സംഘം സ്പാർട്ടക്കസ് എന്നുള്ളത്. നന്ദി. ചിത്രമാണിത്. വർഷങ്ങൾക്ക് റോമിന്റെ ചെങ്കോലിന്റെ ഹരിമോഹിപ്പോകും ഹരിച്ചമർത്തപ്പെട്ടതായി ചരിത്രം. പക്ഷേ ചരിത്രം സൃഷ്ടിച്ചവരല്ല ഒരു കാലത്തും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. തള്ളുന്നവൻ എന്നും തള്ളുകൊള്ളുന്നവന്റെ മുഖം വികൃതമാക്കിയിട്ടേ ഉള്ളൂ. ഈ കഥയിലെ സൂത്രധാരൻ ഞാനാണ്. എനിക്ക് ഈ കഥയെ പറ്റി നോക്കിക്കാണുന്നത് സാധിക്കുകയുള്ളൂ.
പുതിയ ലോകമൊന്നിതാ തീർന്നതീർച്ചയായി പഴമതങ്കിലൊന്നു കൂട്ടി ഇടുകയില്ല നമ്മളെ അടിമകൾ മുഖം വലിച്ചെറിഞ്ഞ് ഉയർത്തേടും നിൽക്കയാൽ ഉയർത്തേടും നിൽക്കയാൽ ഉയർത്തേടും നിൽക്കയാൽ ഉണരുവിൻ ഉയരുവിൻ ഉണരുവിൻ ഉയരുവിൻ പട്ടിണിയുടെ തടവുകാരേ നിങ്ങൾ ഉണരുവിൻ ഭൂമിയിലെ പീഡിതരേ നിങ്ങൾ ഉണരുവിൻ കേൾക്കുവിൻ, കേൾക്കുവിൻ. റോമാ സാമ്രാജ്യത്തിലെ പ്രജകൾ എല്ലാവരും കേൾക്കുവിൻ. റോമിൽ ഹാപ്പിയനോട് എല്ലാവരുടെയും ഉപയോഗത്തിനായി തുറക്കപ്പെട്ടിരിക്കുന്നു. കേൾക്കുവിൻ, കേൾക്കുവിൻ. റോമാ സാമ്രാജ്യത്തിലെ പ്രജകൾ എല്ലാവരും കേൾക്കുവിൻ. റോമിൽ ഹാപ്പിയനോട് എല്ലാവരുടെയും ഉപയോഗത്തിനായി തുറക്കപ്പെട്ടിരിക്കുന്നു. കേൾക്കുവിൻ. വേണ്ട രാജസഭയിൽ നിന്നും നമ്മളെ ഭരിക്കുവാൻ തൊഴിലെടുക്കും നോക്കു വേണ്ട അവരെറിഞ്ഞ തുട്ടുകൾ കള്ളനെ പിടിച്ച് കളവുമുതൽ തിരിച്ചു വാങ്ങുവാൻ കള്ളനെ പിടിച്ച് കളവുമുതൽ തിരിച്ചു വാങ്ങുവാൻ കടവിൽ നിന്നും മനുഷ്യചേതനയ്ക്കു മുക്തി നൽകുവാൻ കടവിൽ നിന്നും മനുഷ്യചേതനയ്ക്കു മുക്തി നൽകുവാൻ സകലവർക്കുമായി നമുക്ക് വഴി തിരക്കിടാം നമ്മളെന്തു ചെയ്യണം നമ്മൾ നിശ്ചയിക്കണം
ഇരിക്കട്ടെ. ഇവനെന്നെ ഭയപ്പാ. കാണുന്നത് പോലെയൊന്നും അല്ലായിരുന്നു. ഭയങ്കര ഒരു മല്ലനായിരുന്നു. ഇവനെ കുരിശിലേറ്റുന്നത് നിങ്ങൾ കണ്ടതാണ്? കണ്ടല്ലോ. കുരിശിന് കയറ്റുന്നത് തൊട്ട് അവസാന ശ്വാസം വലിക്കുന്നത് വരെ ദേ, ഇവിടെ ഇരുന്നോണ്ടല്ലേ ഞാൻ കണ്ടത്. 4 ദിവസം വിളിച്ചു. അതേന്ന് ആദ്യ ദിവസം കണ്ടു രസിക്കാൻ വന്നവരെയൊക്കെ തെറി വിളിച്ചു. എനിക്കത് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അല്ല, എന്നിട്ട് ഒറ്റ കിടപ്പായിരുന്നു. കണ്ണും തുറപ്പിച്ചുകൊണ്ട് കടിച്ച് കീറാൻ നിൽക്കുന്നത് പോലല്ലായിരുന്നു. എനിക്കത് ഊഹിക്കാൻ കഴിയുന്നു. അത്രയ്ക്ക് ഭയങ്കരനായിരുന്നു. 4ാമത്തെ ദിവസം ഒറ്റ പൊട്ടിത്തെറിയായിരുന്നു. അവസാനം മരണത്തിന് തൊട്ട് മുമ്പ് കണ്ണൊന്ന് ഉണർന്നു. എന്നിട്ടൊരു അലർച്ചയായിരുന്നു. അലറിക്കൊണ്ട് അവൻ എന്താണ് പറഞ്ഞതെന്നറിയാവോ? എന്താ പറഞ്ഞേ? അവർ തിരിച്ചു വരുമെന്ന്. കോടാനുകോടി കരുത്തന്മാരായി അവർ തിരിച്ചു വരുമെന്ന്. അതിന്റെ അർത്ഥം എന്താ? എന്തോന്നർത്ഥം? റോമിനോട് കളിച്ചിട്ട് കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് ഇതെന്തോന്നാ കുട്ടികളിയാണോ? നിങ്ങൾ പറഞ്ഞത് തീർച്ചയായും ശരിയാ. റോം അനശ്വരമായ ഒരു നഗരമാണ്. അതെ, റോം അനശ്വരമായ നഗരം തന്നെയാണ്. പക്ഷേ ഇവിടെ മാകെ വല്ലാത്ത നാറ്റമുണ്ട്. ഇവിടെ മാകെ വല്ലാതെ നാറുന്നു. ഇവിടെ മാകെ വല്ലാതെ നാറുന്നു. നിങ്ങൾ പോവുകയാണോ? നിങ്ങൾക്ക് കേൾക്കേണ്ട ചരിത്രം. നാറ്റം പോലും നാറ്റം. ഒരു ദിനാറ് പെറുക്കിയാണ്. പിച്ചക്കാശാണെന്താ? ഇതിലും ഉണ്ടല്ലോ ഒരു രാഷ്ട്രീയ അന്തത്ത്. നാട്ടുകാരെ, വരുവിൻ വന്ന് കണ്ടിട്ട് പോകുവിൻ. റോം മുതൽ കാപ്പൂയ വരെ ആപ്പിയൻ റോഡിൽ നിരനിരയായി നിൽക്കുന്ന കുരിശുകൾ. നാട്ടുകാരെ, വരുവിൻ കണ്ടിട്ട് പോകുവിൻ. റോം മുതൽ കാമ്പൂയ വരെ ആപ്പിയൻ റോഡിൽ നിരനിരയായി നിൽക്കുന്ന കുരിശുകൾ. നാട്ടുകാരെ, വരുവിൻ കണ്ടിട്ട് പോകുവിൻ. റോം മുതൽ കാമ്പൂയ വരെ. നാട്ടുകാരെ,
അന്തോണിയോസ് പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഒരു കുതിരയേക്കാൾ രണ്ടടിമകളെ നുകത്തിൽ പൂട്ടുന്നതാണ് ലാഭം. 5 അടിമകളേക്കാൾ വിലയുണ്ട് ഒരു കുതിരയ്ക്ക്. അതിനു പുറമെ കുതിരകൾ നോക്കാനും വേണം അടിമകൾ. കുതിരകൾ ധാരാളമുള്ള രാജ്യവുമില്ല പിടിച്ചെടുക്കാൻ. ഉണ്ടായിരുന്നെങ്കിൽ 1-2 ലക്ഷം കുതിരകളെ എവിടെ ഇറക്കി ലാനം ചെയ്ത് വിൽക്കാമായിരുന്നു. അടിമകളുള്ളപ്പോൾ പിന്നെ എന്തിനു ബുദ്ധിമുട്ടണം? അടിമകളെ കുറിച്ചല്ലാതെ നമുക്ക് സംസാരിക്കാൻ മറ്റൊരു വിഷയവുമില്ലേ? അടിമകളെ കുറിച്ചല്ലാതെ മറ്റെന്തിനെ കുറിച്ച് സംസാരിക്കണം? റോമൻ സംസ്കാരത്തിന് നിലനിൽപ്പ് തന്നെ അടിമകൾ ആശ്രയിച്ചല്ലേ? അല്ല, എനിക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല. അംഗീകരിച്ചേ പറ്റൂ. ലോകത്തിൽ ആദ്യമായി അടിമകളുടെ പ്രയോജനം മനസ്സിലാക്കുന്നത് റോമാണ്. നമ്മുടെ വീട് വെക്കുന്നത്, കൃഷി നടത്തുന്നത്, ചെരുപ്പും കുപ്പായും തുന്നുന്നത്, എന്തിന് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വരെ അടിമകളാണ്. അത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ 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 ഒരു ദിവസം അവർ നമ്മെ നാമാവശേഷരാക്കും. ആര്? ഈ അടിമകളോ? താങ്കൾ ആപ്യം റോഡിലൂടെ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്? കുറച്ച് കലാപക്കാരില്ല ഒന്നുകൊണ്ട് മാത്രം യുദ്ധം അവസാനിക്കില്ല. എന്തുകൊണ്ട് അവസാനിക്കില്ല? അടിമകൾക്ക് ഇനി റോമാ സാമ്രാജ്യത്തെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. സ്പാർട്ടക്കസ് നശിപ്പിക്കപ്പെട്ടു. സമ്മതിച്ചു. പക്ഷെ നമുക്ക് ശവം പോലെ കണ്ടിട്ടില്ല. അവൻ യുദ്ധക്കാലത്തിൽ എവിടെയെങ്കിലും വീണ് ചത്തു കാണും. അതുകൊണ്ടാണല്ലോ യുദ്ധം അവസാനിച്ചത്. മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പിടിക്കപ്പെട്ട അടിമകളോട് ആരാണ് സ്പാർട്ടക്കസ് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഓർമ്മയില്ലേ? ഞാനാണ് സ്പാർട്ടക്കസ്. ഞാനാണ് സ്പാർട്ടക്കസ്. ജനറൽ, അവരെന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞത് ഞാനാണ് സ്പാർട്ടക്കസ്. ഞാനാണ് സ്പാർട്ടക്കസ്. ഞാനാണ് സ്പാർട്ടക്കസ്. ഇവിടെ അല്ലാതെ മറ്റെവിടെയും ജനിച്ച പോരായിരുന്നോ? സ്പാർട്ടക്കസ് ജനിച്ചത് അഴുക്കുചാലിലാണ്. അവൻ അവിടെ തന്നെ വന്ന് ചേരുകയും ചെയ്തു. അതിനു മുകളിലാണ് റോം. അഴുക്കുചാലിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ റോം ഒഴുകിപ്പോകും. ഇല്ല, റോമിൽ ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാവും പോകുന്നില്ല. ജനറൽ ക്രാസസ് എന്നേക്കുമായി അഴുതിച്ചാൽ മൂടിക്കഴിഞ്ഞു. സ്പാർട്ടക്കസ് കുത്തിയറിയപ്പെട്ടു. 4 വർഷത്തെ യുദ്ധത്തിന് ശേഷം റോമിന്റെ വീരശൂര പരാക്രമികളായ സൈന്യത്തിന്റെ 3/4 ഭാഗത്തിനെയും വധിച്ചതിനു ശേഷം തുണ്ടം തുണ്ടമാക്കപ്പെട്ടു. വീണ്ടും ജനിക്കുകയാണെങ്കിൽ വീണ്ടും കൊത്തിയറിയപ്പെടും. ജനറൽ, താങ്കൾക്ക് സ്പാർട്ടക്കസിനെ അറിയുമായിരുന്നു? ഒരിക്കലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് അവനെ അറിയാമായിരുന്നു. എങ്ങനെ? അന്വേഷിച്ചറിയാം. അവനോട് യുദ്ധം ചെയ്തവരിൽ അവനെ അറിയാവുന്നവരിൽ ബാത്തിയാത്തോസിൽ നിന്നാണ് കൂടുതലായി എനിക്ക് അവനെ പറ്റി അറിയാൻ കഴിഞ്ഞു. ബാത്യാദോസം? അതെ, ഗ്ലാഡിയേറ്റർ ഗോദയുടെ ഉടമ ലന്തലൂസ് ബാത്തിയാത്തോസ്. നിങ്ങൾ എന്തിനാണ് അറിയാൻ ശ്രമിച്ചത്? ശത്രുവിനെ പരാജയപ്പെടുത്തണമെങ്കിൽ അവൻ അറിഞ്ഞേ പറ്റൂ. കൊള്ളാം. ബാത്യാദോസിൽ നിന്നും അറിഞ്ഞത് എന്താണ്? അതൊരു നീണ്ട കഥയാണ്. ജനറൽ, എനിക്ക് കേൾക്കാൻ വളരെയധികം കൗതുകം തോന്നുന്നു. പറയാം. എന്താണ് വാദ്യാസം? വരാൻ പറഞ്ഞു. നമസ്കാരം പ്രഭു. നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ
പരാജയപ്പെട്ടാൽ പിന്നെ പിന്നെ റോമാ നഗരമില്ല. എന്ത് പറ്റി? മാഫിയാത്തു, ഞാനൊരു ദുസ്വപ്നം കാണാറുണ്ട്. അടിമകൾ രണ്ടും കെട്ടി യുദ്ധക്കളത്തിൽ നിൽക്കുന്നില്ല. എനിക്ക് അപരിചിതനാണ്. ഈ അടിമകൾ എന്തിന് യുദ്ധം ചെയ്യുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടുന്നും ഇവിടുന്നും പെറുക്കി കൂട്ടിയ ചെറ്റകളുടെ ഒരു സൈന്യം സുരക്ഷിതരായി നമ്മുടെ ആയിരക്കണക്കിന് പട്ടാളക്കാരെ കൊന്നൊടുക്കുന്നു. അതെ, എനിക്കവരെ അറിഞ്ഞേ പറ്റൂ. എന്റെ കണ്ണിന് മുന്നിലുള്ള അത് അഴിച്ചു മാറ്റാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുന്നത്. എന്താണ് അറിയേണ്ടത്? ആരാണ് പാർട്ടക്കസ്? അവനൊരു കുറവാണ്. കൊറുവോ? ആ, തലമുറകളായി അടിമയായിട്ടുള്ളവൻ, അടിമകളേക്കാൾ പരന്തനവൻ. ഞാനൊരു ലാനിസ്റ്റയാണ്. നിങ്ങൾ കുടീരന്മാർക്ക് മുന്നിൽ വില കുറഞ്ഞവൻ, വില കെട്ടവൻ, രക്തം കൊണ്ടും മാംസം കൊണ്ടും കച്ചവടം ചെയ്യുന്നവൻ. പക്ഷേ നിങ്ങളും അത് തന്നെ എന്നിട്ടും നിങ്ങൾ എന്നെ ഒരു തെണ്ടിയായി കണക്കാക്കുന്നു പ്രഭു. ഏയ്, ഇല്ല വാക്യാത്തു, ഇല്ല. നിങ്ങളെന്റെ ബഹുമാന്യനായ അതിഥിയാണ്. പറയൂ, പാർട്ടക്കസിനെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആദ്യം മരുഭൂമിയിലെ സ്വർണ്ണഖനിയിൽ നിന്നും നരകത്തിൽ നിന്നും സ്വർണം കുഴിച്ചെടുക്കുന്ന ഒരു അടിമയായിരുന്നു അവൻ. ആ? ആരുമാരാ? ആദ്യം അടുത്തത് എല്ലാവരും കേട്ടോളൂ. മറ്റു സ്ഥലങ്ങളിൽ ജീവിക്കുന്നത് മരണത്തെക്കാൾ എത്രയോ ഭേദമാണ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. മരണമാണ് ഭേദമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. പിന്നെ ഇവിടെ മഹാമോശമാണ്. ഞങ്ങൾ പറയുന്നത് ഇവിടെ മോശമാക്കാൻ ഇതാണ് നിങ്ങളുടെ താമസ സ്ഥലം. അതിരാവിലെ പെരുമ്പറ മുഴങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരണം. ഇത്തരം മെരുങ്ങാത്ത കാട്ടുമൃഗങ്ങളെയാണ് ഗ്ലാഡിയേറ്റർ ഗോവയ്ക്ക് ആവശ്യം. ഖനിയിൽ നിന്നും പാർട്ടക്കസ് എങ്ങനെയാണ് ഒളിച്ചോടിയത്? അവനെ എനിക്ക് കിട്ടിയത് ഖനിയിൽ നിന്നത്. ഖനിയിൽ നിന്നും ഒളിച്ചോടുകയോ? എന്താ പ്രഭു ഇത്? ഖനിയിൽ നിന്നും മരണത്തിലേക്ക് ഒളിച്ചോടാനാവോ? അപ്പോൾ അവനെയും ഹാനിക്കസ് എന്ന പേഷ്യനെയും ഞാൻ അവിടെ നിന്ന് വാങ്ങി. ആ പേഷ്യന്മാർ പേഷ്യർക്ക് വളരെ ഇഷ്ടമുള്ളവരാണ്. അതെന്താ? കടാരപ്പയറ്റിൽ അവരെ വെല്ലാൻ മറ്റാരുമില്ല. നോക്കൂ, നിങ്ങൾ എന്റെ യുദ്ധം കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷേ ഞാൻ അനേകം യുദ്ധം കണ്ടിട്ടുണ്ട്. ഈ വയസ്സുകാരുടെ യുദ്ധമോ? അതൊന്നുമല്ല ഗ്ലാഡിയേറ്റർമാരുടെ യുദ്ധം. വെറുതെയാണോ 10,000 പേരെ അവർ അരിഞ്ഞു വീഴ്ത്തിയത്? ശരിയാണ്, ശരിയാണ്. നിങ്ങൾ പാർട്ടക്കസിനെ കുറിച്ച്
എന്റെ ഗ്ലാഡിയേറ്റർമാർ മുഖത്ത് കെട്ടുന്ന അടിമകളാണെന്നാണോ കരുതിയത്? അവരുടെ ആരോഗ്യം നന്നായിരുന്നാലേ എനിക്ക് നാല് കാശ് കിട്ടൂ. അപ്പോ അതിനുവേണ്ടി ചുറുചുറുക്കുള്ള കന്യകമാരെ ഞാൻ അവർക്ക് കൊടുക്കുന്നു. അവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവരെ ഞാനൊന്ന് ആദ്യം പരീക്ഷിച്ച് നോക്കാം. സ്പാർട്ടക്കസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു കേട്ടത്. എനിക്കവരെ കിട്ടുമ്പോൾ അവർക്ക് 19 വയസ്സായി പ്രായം. നല്ല ഉരുപ്പടി. ഛേ, രാത്രി ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു കാട്ടുപൂച്ചയെ പോലെ അവളെ കീറിപ്പറിച്ച് കളഞ്ഞിട്ടുള്ളൂ. ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് ഞാൻ അവളെ സ്പാർട്ടക്കസിന് കൊടുത്തത്. പക്ഷേ അവൾ അവനെ അങ്ങ് കയറി പ്രേമിച്ചു കളഞ്ഞു. ആടിമകളുടെ പ്രേമം. പ്രഭു, നിങ്ങളുടെ ക്യാമ്പിൽ പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടോ? എങ്കിലും എനിക്ക് ഉറങ്ങാം. ഇദ്ദേഹത്തെ തമ്മിൽ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ പെണ്ണോടെ എത്തിച്ചേരും. കണ്ണുകളിലേക്ക് കെട്ടഴിച്ചു മാറ്റി യുദ്ധം ചെയ്യുക. ആത്യാത്തൂസ് എന്തായിരുന്നു പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നം അഴിച്ചു മാറ്റപ്പെട്ട ചങ്ങല കയ്യിലായുധം ഗ്ലാഡിയേറ്റർ കൊറു സ്പാർട്ടക്കസ് വെറീനിയ. സ്പാർട്ടക്കസ്, നിന്നെ ഞാൻ മണ്ണിൽ ലയിപ്പിച്ചു. പക്ഷെ നീ വീണ്ടും ജനറൽ അങ്ങനെ ബാത്യാത്തൂസിൽ നിന്നും അടിമകളുടെ ശക്തിയെ കുറിച്ച് ഞാൻ അറിഞ്ഞു. പക്ഷെ അവിടെ പൊട്ടിത്തെറിയുടെ കാരണം അതാർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ജാക്കബിന് പോയി. എല്ലാം ആ കാപ്പിരി കാരണമാണ്. ഏത് കാപ്പിരി? വിപ്ലവത്തിന് 8 ദിവസം മുമ്പ് ഞാൻ ബാത്യാത്തോസിന്റെ ഗോതയിൽ കളി കാണാൻ ചെന്നിരുന്നു. കളി കാണാമെന്നതായിരിക്കും. അതെ, വളരെ സന്തോഷം, വളരെ സന്തോഷം. എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു കളി കളിക്കണം. 2 ജോഡി ഗ്ലാഡിയേറ്റർമാരെ കൂട്ടം. പിന്നെ കളി പൂർണ്ണമായിരിക്കണം. അതെ, അത് തന്നെ വേണം. വേണം. ദേശീയമാരുടെ കരാർപ്പേറ്റ് നടത്താം. 8 മണിക്കൂർ 8000 ദിനം തന്നാൽ മതി. ദേശീയമാർ കരാർപ്പേറ്റ് കേമന്മാരാണ്. ധാരാളം ലക്ഷം ചിന്തു പരിപ്പറ്റുന്നവരെ മറ്റ് പുതിയവരെ ഇറക്കുകയും ചെയ്യാം. അതുപോലെ പോരാ, യുദ്ധം പൂർണ്ണമായിരിക്കണം. ഒന്നാണെങ്കിൽ ആകട്ടെ, പക്ഷേ 25,000 ദിനാർ തരേണ്ടി വരും. 25,000 ദിനാർ. എന്താ എന്റെ 2 ഗ്ലാഡിയേറ്റർമാരെ തുളച്ചിട്ടല്ലേ? ശരി, തരാം. പക്ഷേ എന്റെ അടുത്ത് വേലാർക്കാൻ വന്നാലുണ്ടല്ലോ, ഈ ഗോത ഞാൻ നശിപ്പിക്കും. ബാത്യാത്തൂസ് ആരെയും പറ്റിച്ച് കാശുണ്ടാക്കിയിട്ടില്ല. പക്ഷേ പറഞ്ഞ തുകയുടെ പകുതി മുൻകൂറായി തരണം. തരാം. കളി നാളെ നടത്താൻ പറ്റുമോ? നടത്താം, പക്ഷേ ഇത്തരം കളി പെട്ടെന്ന് തീർന്നു പോകും. അത് സാരമില്ല. ഓക്കെ നിങ്ങൾക്ക് കളിക്കാരെ കാണാം. കാണാം. വരൂ. ആ കറുത്ത മനുഷ്യനെ കണ്ടില്ല? എത്യോപ്യക്കാരനാണ്. അവരുടെ കയ്യിലെ ആയുധം വളരെ രസകരമാണ്. മീൻ പിടിക്കുന്ന മുപ്പല്ലിയും വലയും. നമുക്കൊരു സൂത്രം ഒപ്പിക്കാം. അതെന്താ? ആ ത്രേഷ്യക്കാരന് എത്യോപ്യക്കാരനോട് യുദ്ധം ചെയ്യിപ്പിക്കാം. എങ്ങനെയുണ്ട്? ത്രേഷ്യക്കാരുടെ കയ്യിൽ ഒരു കടാര മാത്രമല്ലേ ഉള്ളൂ. അതിലെന്ത്? കടാര വലയിൽ കുടുങ്ങിയ കഥ കഴിഞ്ഞു തന്നെ. അത് കുഴപ്പമില്ല. കളി പെട്ടെന്ന് തീരും. അടുത്ത കളി 2 ത്രേഷ്യന്മാരുടേതായിക്കോട്ടെ. ആയിക്കോട്ടെ. ആരൊക്കെ വേണോ യമാനെ? റാബ വിളിക്കും.
ഗ്ലാഡിയേറ്റർ മറ്റൊരു ഗ്ലാഡിയേറ്ററിനെ സ്നേഹിക്കരുത്. നിനക്കറിയാമോ, റാവ എന്നെ സഖാവേ എന്ന് വിളിച്ചിരുന്നു. ഞാനും നിന്നെ സഖാവേ എന്ന് വിളിക്കട്ടെ. പക്ഷേ ഒരു ഊഴം വരുമ്പോൾ നീ എന്നെയും യുദ്ധം പാട്ടുകൾ എനിക്കറിഞ്ഞൂടാ. നിനക്കെല്ലാം അറിയാൻ പാട്ടുകൾ. ശ്രേഷ്ഠക്കാർ നിന്റെ പിതാവ് എന്നല്ല വിളിക്കാതെ. നീ ഒരു ഊഴം വരുമ്പോൾ നീ എന്നോട് യുദ്ധം ചെയ്യും. ഇല്ല, നീ ഒരിക്കലും ഞാൻ എന്റെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യില്ല. ഗ്ലാഡിയേറ്റർമാർ തമ്മിൽ പോരാടില്ല. നമ്മൾ പരസ്പരം കൊല്ലുകയുമില്ല. നീയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനു മുമ്പ് എനിക്കൊന്ന് സംസാരിക്കണം. എല്ലാം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്തുകൊണ്ട്? നമ്മളെ തടയും. സാധിക്കയില്ല. നമ്മളെ തടയാൻ ആർക്കും സാധിക്കില്ല. നാം വെളിയിൽ പോകും, യുദ്ധം ചെയ്യും, സ്വതന്ത്രരാകും. നാം വെളിയിൽ പോകും, യുദ്ധം ചെയ്യും, സ്വതന്ത്രരാകും. കേൾക്കും, ഈ യുദ്ധം ഒരു തുടക്കം മാത്രമാണ്. റോം നമുക്കിതിനെ പട്ടാളത്തെയാണ്. ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് എന്നിട്ട് നമ്മൾ സംഘം വളരും. പിടിച്ചു പക്ഷേ റോമാ സാമ്രാജ്യത്തിൽ നമുക്ക് നശിപ്പിക്കാൻ കഴിയുമോ? കഴിഞ്ഞേ പറ്റൂ. നമുക്ക് സ്വതന്ത്രരാകണം. നമുക്ക് സ്വതന്ത്രരാകണം. ഇന്നലെ
3 അടിമകളെ വധിച്ചു. ഒരു ബറ്റാലിയനിലെ മുഴുവൻ പട്ടാളക്കാരും കൂടി ഒരു പാവം അടിമ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ. റോമൻ സ്ത്രീകൾ എന്താ അത്രയ്ക്ക് ചാരിത്രവതികളായിരുന്നു. ഞങ്ങൾ ആക്രമിക്കാൻ വന്ന റോമൻ സൈന്യത്തിൽ നീ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. നിന്നെ ഞങ്ങൾ റോമിന്റെ പ്രതീകമായി കാണുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. അതുപോലെ നിന്റെ സെനറ്റിനോട് പറയാം. ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഒരു സാക്ഷിയായിട്ടാണെന്ന് അവരോട് പോയി പറയും. സംസാരിക്കുന്ന പണിയായുധങ്ങളെന്ന് അവർ വിളിക്കുന്ന ഞങ്ങൾ അടിമകൾ പ്രഖ്യാപിക്കുന്നു. നിങ്ങളോട് ചാട്ടവാറിന്റെ സംഗീതം ഇനി ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പണ്ട് മനുഷ്യരെല്ലാവരും തുല്യരായി ഉള്ളതെല്ലാം പങ്കുവെച്ച് സന്തോഷപൂർവ്വം ജീവിച്ചിരുന്ന ഒന്നായിരുന്നു മനുഷ്യ സമൂഹം. നിങ്ങൾ മനുഷ്യരെ 2 വർഗങ്ങളാക്കി, അടിമകളും യജമാനന്മാരും. എന്നിട്ട് അടിമകളുടെ ചോരയും നീരും പിഴിഞ്ഞെടുത്ത് യജമാനവർഗം തടിച്ചു കൊടുത്തു. അടിമകൾക്ക് ജീവിതം നിഷേധിച്ചു. അധികാരവർഗത്തിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞുവെന്ന് അവരോട് പോയി പറയുക. എണ്ണത്തിൽ ഞങ്ങളാണ് കൂടുതൽ. നിങ്ങളെക്കാൾ കരുത്തും ഞങ്ങൾക്കുണ്ട്. നിങ്ങളെക്കാൾ നല്ലവരും ഞങ്ങളാണ്. നിങ്ങൾ ഈ ലോകത്തെ വൃത്തികേടുകളുടെ കൂമ്പാരമാക്കി മാറ്റി. നിങ്ങൾ മനുഷ്യരെ മൃഗങ്ങളാക്കി മാറ്റി. കൊലപാതകം വിനോദമാക്കി. അധ്വാനത്തെ അപഹാസ്യമാക്കി. ഇനി അത് നടക്കില്ല. ഇല്ല, ഇല്ല. ഇനിയും പട്ടാളക്കാരെ അയക്കാൻ സെനറ്റിനോട് പോയി പറയും. ഞങ്ങൾ അവരെ കശാപ്പ് ചെയ്യും. നിങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് തന്നെ. നിങ്ങളുടെ റോം ഞങ്ങൾ നശിപ്പിക്കും. നിങ്ങളുടെ സെനറ്റ് ഞങ്ങൾ തകർക്കും. നിങ്ങളുടെ സെനറ്ററെ വലിച്ചു താഴെ ഇറക്കി നഗ്നരാക്കിക്കൊണ്ട് ഞങ്ങൾ വിചാരണ ചെയ്യും. നിങ്ങൾ കുപ്പത്തൊട്ടിയാക്കിയ ഈ ലോകം ഞങ്ങൾ അടിച്ചു വാരി വൃത്തിയാക്കും. അവിടെ ഞങ്ങൾ മനോഹരമായൊരു നഗരം പണിയും. അവിടെ മതിൽക്കെട്ടുകൾ ഉണ്ടായിരിക്കില്ല. അസമത്വങ്ങൾ ഉണ്ടായിരിക്കില്ല. പ്രഭുക്കൾ ഉണ്ടായിരിക്കയില്ല. അടിമകൾ ഉണ്ടായിരിക്കില്ല. സുഖവും ശാന്തിയും നിറഞ്ഞ പുതിയൊരു ലോകം ഞങ്ങൾ സൃഷ്ടിച്ചെടുക്കും. ലോകത്തുള്ള സകല അടിമകളോടും ഞങ്ങൾ പറയുന്നു, ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഞങ്ങളോടൊപ്പം ചേരുക. ഞങ്ങളോടൊപ്പം ചേരുക. നമ്മളെ പഠിച്ചു കാണിച്ചിരുന്ന കൂട്ടരത്നമേ
വന്നതന്നു പോകുമിന്നു ചോരയുറ്റിടുന്ന കഴുകുകൾ അന്നു തൊട്ടുദാരമാം വെളിച്ചമാണ് ഭൂമി അന്നു തൊട്ടുദാരമാം വെളിച്ചമാണ് ഭൂമി ഒടുവിലത്തെ യുദ്ധമാ വിലയെടുത്തു നിൽക്കുമി ഒടുവിലത്തെ യുദ്ധമാ വിലയെടുത്തു നിൽക്കുമി അഖില ലോകഗാനമിത് മനുജവംശമാണ് അഖില ലോകഗാനമിത് മനുജവംശമാണ് പട്ടിണിയുടെ തടവുകാരി നിങ്ങളുണരുവിൻ ഭൂമിയിലെ പീഡിതരെ നിങ്ങളുണരുവിൻ പട്ടിണിയുടെ തടവുകാരി നിങ്ങളുണരുവിൻ ഭൂമിയിലെ പീഡിതരെ നിങ്ങളുണരുവിൻ നിങ്ങളുണരുവിൻ നിങ്ങളുണരുവിൻ. ये यजमान लोग गुलाम लोगों को अपने पैरों के नीचे रखते हैं, उनको क्रॉस पे टांगते हैं और उन्हीं की तरह दिखने वाली सोने चांदी की माला गले में डालते हैं। इतिहास में तो बहुत कुछ लिखा है कि जो यजमान लोग ने चाहा वही लिखा। ये सच नहीं है। क्योंकि जो पीड़ा उन लोगों ने सही है वह एहसास यजमान लोगों को नहीं है। आज जो लोग मास्क पर बंधे हुए हैं, ये हमारी समस्या है। അടിമകൾ നിർമ്മിച്ച സ്പാർട്ടക്സിന് ഒരു പ്രതിമ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. എന്ത് കുഴപ്പമാണ് റോമിലുണ്ടാവുക? അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. സെനറ്റിന്റെ ആജ്ഞയനുസരിച്ചാണ് എല്ലാ പ്രതിമകളും ഞാൻ തകർത്തത്. ഓഹോ, ചരിത്രത്തിൽ നിന്നും ഈ അടിമ വിപ്ലവത്തെ നീക്കം ചെയ്യണം. സ്പാർട്ടക്കസിന്റെ സന്ദേശം സെനറ്റിന്റെ രേഖകളിൽ നിന്നും വായിച്ചു കാണും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം അടിമകളൊക്കെ ചെറുതാക്കി കാണിക്കലായിരുന്നു അല്ലേ? അതെ, ഈ അടിമകൾ നമ്മെ എത്രമാത്രം കഷ്ടപ്പെടുത്തിയെന്ന് നാളെ ലോകം അറിയുന്നത് നമ്മുടെ വർഗത്തിന് തന്നെ അപമാനമാണ് കോൺഗ്രസ്. നിങ്ങൾ അവരെ പരാജയപ്പെടുത്തിയെന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഈ കലാപം ചരിത്രത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ മഹത്വം ഒട്ടും കുറച്ചു കാണിക്കുകയില്ല. ഇത് മഹത്വമല്ല. സ്പാർട്ടക്കസിന്റെ സൈന്യം 4 വർഷം കൊണ്ട് 5 റെജിമെന്റ് സൈന്യത്തിന്റെ കഥ കഴിച്ചു. അടിമകൾ എണ്ണത്തിൽ കൂടുതലുണ്ടായി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. എന്നാൽ അടിമകൾ മുഴുവൻ സ്പാർട്ടക്കസിന്റെ സൈന്യത്തോട് ചേർന്നിരുന്നെങ്കിൽ അടിമവിപ്ലവം പരാജയപ്പെടുമായിരുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രതിമകൾ തകർത്തു കളഞ്ഞത്. സ്പാർട്ടക്കസിന്റെ ഓർമ്മയിൽ നിന്ന് പോലും ചരിത്രം മുക്തമാവും. क्या ये मुमकिन है? സ്പാർട്ടക്കസ് മണ്ണിൽ ലയിച്ചു. लेकिन गरीबियां अभी भी जिंदा है।
നമ്മുടെ ഗ്ലാഡിയേറ്റർമാർ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരന്മാരായിരുന്നോ? क्रूरന്മാരോ? मैंने सुना है कि स्पार्टकस और साथी ग्लैडिएटर एक छोटे बच्चे का सिर काट के लोहे के सरिये पे टांग के चले गए और वो बहुत लोगों ने देखा। ഞാൻ കേട്ടതാണ്. സ്പാർട്ടക്കസും കുറെ ഗ്ലാഡിയേറ്റർമാരും കൂടി ചേർന്ന് ഒരു കുഞ്ഞിന്റെ തല കുന്തത്തിൽ കൊണ്ട് ഓടിപ്പോകുന്നത് അനങ്ങുന്നത്രേ. ആ, അങ്ങനെ എത്രയെത്ര നുണക്കഥകൾ അവർ പടച്ചുണ്ടാക്കി. യജമാനവർഗം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വിപ്ലവകാരികൾ മനുഷ്യ സ്നേഹികളാണെന്നുള്ള സത്യം അവർ ഒരിക്കലും സമ്മതിച്ചു തരാറില്ല. അവൾ എന്നെയും സ്നേഹിച്ചിരുന്നു. ഉമ്മച്ചിക്ക് ഇനി സംശയമാണ്. അവർ ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു. ഈ ലോകത്തെ ഓരോ മനുഷ്യരുടെയും സമത്വത്തിന് വേണ്ടിയാണ് അവർ മരിച്ചത്. ദൈവമേ, ഏമാനെ, അങ്ങ് വരുന്നത് ഞാൻ അറിഞ്ഞില്ല. പോയി നീലി കൊണ്ടുപോയി. മെറീനി, നിനക്ക് എന്നോടുള്ള ദേഷ്യം ഇനിയും മാറി അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നീ ആലോചിച്ചു. ഒന്നും ആലോചിക്കാനില്ല. മെറീനിയ, ഞാൻ റോമിന്റെ ജനറലാണ്. എന്റെ ഭാര്യാപദം സ്വപ്നം കണ്ട് കഴിയുന്ന 10,000-കണക്കിന് സ്ത്രീകളുണ്ട് റോമിൽ. ആ കൂട്ടത്തിൽപ്പെട്ടവളല്ല ഞാൻ. നീ ഒരു അടിമപ്പെണ്ട്, അത് മറക്കണം. എനിക്ക് മറക്കാതിരിക്കാൻ മറ്റു ചിലത് കൂടിയുണ്ട്. ഞാൻ മെറീനിയാണ്, സ്പാർട്ടക്കസിന്റെ ഭാര്യ, കുരിശിൽ തറച്ച വിപ്ലവകാരിയുടെ സഖാവ്. വിപ്ലവകാരികളെ കാൽ കീഴിൽ അമർത്തിയവനാണ് ഞാൻ. വിപ്ലവകാരികളെ കാൽ കീഴിൽ അമർത്താൻ നിങ്ങളെപ്പോലുള്ള 10,000-കണക്കിന് ജനന്മാർ വിചാരിച്ചാലും കഴിയില്ല. സ്ത്രീകളെ കുരിശിലേക്ക്
അടിമകളായിട്ടാണ് ഇതുവരെ ജീവിച്ചത്. പക്ഷേ മരിക്കുമ്പോഴെങ്കിലും നമുക്ക് സ്വതന്ത്രരാവാം. എന്ത് വന്നാലും ശരി മെറീനിയെ താൻ ഇവിടെ എത്തിക്കണം. അതിന് ആ നശിച്ച ജനറൽ അവളെ പിച്ചിട്ട് വേണ്ടേ? എന്തുകൊണ്ട് വിളിക്കില്ല? തക്കതായ വില കൊടുത്തിട്ടല്ലേ? അയാൾക്ക് അവളോട് പ്രണയമാണത്ര. അസംബന്ധം. മെറീനിയ വെറും ഒരു അടിമ പെണ്ണാണ്. പക്ഷേ പല അരമന പെണ്ണുങ്ങളെക്കാൾ ഭേദമാണെന്നാണ് കേൾവി. മതി മതി. താൻ ഈ പണം കൊണ്ടുപോയി അവളെ വാങ്ങി വരും. വിൽക്കാൻ അയാൾ സമ്മതിച്ചില്ലെങ്കിലോ? എങ്കിൽ ഈ പണം തന്നെ ഉപയോഗിച്ച് താൻ ഗുണ്ടകളെ സംഘടിപ്പിക്കണം. എന്നിട്ട് ഇന്ന് രാത്രി തന്നെ അവളെ തട്ടിക്കൊണ്ടുവരണം. ഇത് ഇത്രയും ഗൗരവമുള്ള കാര്യമാണോ? അതെ മെറീനിയ, ഇനി റോമിൽ നിന്നാൽ നമുക്കെല്ലാം അപകടമാണ്. വന്ന് വന്ന് റോമാ നഗരത്തിനിപ്പോ പെണ്ണുങ്ങളും പേടിയായി തുടങ്ങിയോ? എന്തിനും തുണിഞ്ഞിറങ്ങിയവരെ പേടിക്കാതിരിക്കുന്നത് ബുദ്ധിയല്ല. കൂടാതെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മെറീനിയയ്ക്കിപ്പോൾ 3 മാസം ഗർഭമുണ്ട്. കാട്ടക്കത്തിന്റെ വിത്താണ് അവളുടെ വയറ്റിൽ വളരുന്നത്. ആ വിത്ത് ഈ മണ്ണിൽ മുളച്ചുകൂടാ അല്ല സെനറ്റർ? എനിക്കേതായാലും ആശത്തിനേക്കാൾ ബുദ്ധിയുണ്ട്. പിന്നെ ഇല്ലേ, ബുദ്ധി കുറവായിരുന്നെങ്കിൽ ഞാൻ വല്ല ജനറലോ സെനറ്ററോ മറ്റും ആവുമായിരുന്നില്ലേ? മതി മതി. താൻ പോയി ഏൽപ്പിച്ച് ജോലി ചെയ്തു വരും. ഞാൻ പോയിട്ട് വരാം സെനറ്റർ. നിങ്ങൾ വീണ്ടും സമയം കളയുകയാണ്. എന്നെ വിലക്കെടുക്കാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. വിലക്കെടുക്കാനല്ല, വെറുതെ എവിടെയാണ് നിവർത്തിച്ചത്. എങ്കിൽ പിന്നെ എന്തിനിത്ര വിസ്തരിക്കണം? അങ്ങ് വെറുതെ വിട്ടാൽ പോരെ. ഇതാ ഏത് സുഖമായി കഴിഞ്ഞാൽ പണം തരാം. പക്ഷെ എന്താണ് ഈ ലോകം വിട്ട് പോകണം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും ഞാൻ റോമിൽ തന്നെ ജീവിച്ചാൽ എന്താണ് കുഴപ്പം? അത് അപകടമാണ്. ആർക്ക്? നിങ്ങൾക്കോ? അല്ല, നിനക്ക് തന്നെ. സത്യം പറയണം സെനറ്റർ, സ്പാർട്ടക്കസിനെ കുറിച്ചുള്ള ഓരോ ഓർമ്മകൾ പോലും നിങ്ങളെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നുണ്ട് അല്ലേ? ഇല്ല, ഞങ്ങൾക്കില്ലാത്തൊന്നും അവനുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു സെനറ്റർ. മനുഷ്യത്വം. ഞങ്ങളെന്താ മനുഷ്യനല്ലേ? 2 കാലിൽ നടക്കുന്നത് കൊണ്ട് മാത്രം മനുഷ്യരാവുന്നില്ല. സ്വന്തം സഹജീവികളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യരാവുകയുള്ളൂ. നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ കേട്ടിരുന്നു സെനറ്റർ. പക്ഷേ ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നിങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്? എന്റെ സഹജീവികൾ ഇവിടെ അടിമത്വം അനുഭവിക്കുമ്പോൾ നിങ്ങൾ തരുന്ന പണവും കൊണ്ട് മറ്റെവിടേക്കെങ്കിലും പോയി സുഖിക്കാനുള്ള സാധനം, അതോ ഞാൻ എന്റെ അമ്മയെ പോലെ കാണുന്ന ഈ നാട്ടിൽ അനീതിയും അക്രമവും നടക്കുമ്പോ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമോ? മതി പ്രസംഗിച്ചത്. നിങ്ങൾ എന്നോട് നടത്താൻ ശ്രമിക്കുന്ന ഈ വൃത്തികെട്ട കച്ചവടത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും എനിക്ക് നന്നായി മനസ്സിലാക്കും. പക്ഷേ അത് മനസ്സിലായില്ലെന്ന് നടിച്ച് നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ പറയുന്നത്
ഒരിക്കൽ പറഞ്ഞാൽ മതി സെനറ്റർ. എനിക്ക് മനസ്സിലാവും. എല്ലാവരും കേട്ടോളൂ. അടിമകൾക്കിടയിലെ അവസാന കലാപകാരിയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നോ പട്ടണത്തിൽ അവരെ തൂക്കിലേറ്റും. കേൾക്കുവിൻ. അടിമകൾക്കിടയിലെ അവസാന കലാപകാരിയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. നഗരമധ്യത്തിൽ ഇന്നവൻ തൂക്കിലേറ്റപ്പെടും. എല്ലാവരും കേട്ടോളൂ. അടിമകൾക്കിടയിലെ അവസാന കലാപകാരിയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നോ നഗരമധ്യത്തിൽ അവരെ തൂക്കിലേറ്റും. കേൾക്കുവിൻ. അടിമകൾക്കിടയിലെ അവസാന കലാപകാരിയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. നഗരമധ്യത്തിൽ ഇന്നവൻ തൂക്കിലേറ്റപ്പെടും. ഗ്ലാഡിയേറ്റർ, മറ്റാർക്കും ലഭിക്കാത്ത ബഹുമതിയാണ് നിനക്ക് ലഭിച്ചത്. മഹാനായ ജനറൽ ഗ്രാസസ് നിന്നോട് സംസാരിക്കാൻ ദയ കാണിക്കുന്നു. വാ. നിന്റെ പേരെന്താ? നിങ്ങൾക്കറിയോ ഇവൻ ആരാണെന്ന്? പാത്യാദോസിന്റെ ഗോതയിൽ ഒരു ജൂതൻ ഉണ്ടായിരുന്നു. ആ ജൂതൻ ഇവനാണെങ്കിൽ ഇവന്റെ പേര് ഡേവിഡ്. പേരെന്താണെന്ന് ചോദിക്ക്. പല പ്രാവശ്യം ചോദിച്ചു, പക്ഷെ പറയുന്നില്ല. ഇവനോട് പിടിക്കപ്പെടുന്ന കരുതിയതല്ല. അങ്ങനെ കിടന്നല്ലേ വേറെ ബുദ്ധിമുട്ടി. വേണ്ട വിധത്തിൽ ചോദിക്ക്. ഇനി പറയൂ, നിന്റെ പേരെന്താ? പറയാൻ. ഞാനാണ് സ്പാർട്ടക്കസ്. ഞാനാണ് സ്പാർട്ടക്കസ്. ഞാനാണ് സ്പാർട്ടക്കസ്. ഇവനെ കുറിച്ചിലേറ്റു. ഇവൻ കിടന്നു പിടയുന്നത് എനിക്ക് കാണണം. ഈ പട്ടിക്കൊന്നും ഞരങ്ങിക്കൂടെ?
ശ്രീജിത്ത് രമൺ. പ്രസൂട്ട്, ബിനു, സനൽ, ശ്യാംകല്ല. മ്യൂസിക് ഡയറക്ടർ എൻ കെ മധുസൂദനൻ. സെക്ഷൻ അസിസ്റ്റൻസ് മനോജ് പ്ലാവില, അരുൺരാജ് വിയ, ശരൺ മോഹൻ, വിഷ്ണു ഹരി, നാരായണ. പ്രോപ്പർട്ടി അസിസ്റ്റന്റ് അശ്വത് ദിലീപ്. പ്രോപ്പർട്ടി എസ് സുനിൽ. മേക്കപ്പ് അസിസ്റ്റന്റ് പൂജ. മേക്കപ്പ് രാജേഷ് നോവൽ. കോസ്റ്റ്യൂം അസിസ്റ്റന്റ് ജിജുകുട്ടൻ പ്രേമൻ. കോസ്റ്റ്യൂം ജി എൻ വിനോദ്. കോർഡിനേറ്റർ നജുമുൽ ഷാഹി പി എസ് സജി. അസിസ്റ്റന്റ് ഡയറക്ടർ ജഗു. സ്റ്റേജ് മാനേജർ ബേസിൽ കാമ. പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ എല്ലാ വിദ്യാർത്ഥികളും ദിലീപ്, അരുൺരാജ്, പ്രദീപൻ തുടങ്ങിയ എല്ലാവരും. പിന്നെ നാടകത്തിൻ്റെ സെറ്റ് ഡിസൈൻ, പ്ലേയുടെ ഡിസൈൻ ആൻഡ് ഡയറക്ഷൻ ഷിബു എസ് കൊട്ടാരം.